ഹലോ ഡിയേഴ്സ്, മംഗല്യം തന്തുനാന സീരിയലിൻ്റെ ഓൺ റിവ്യൂ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചന്ദ്രബോസിൻ്റെ കടന്നു വരുവാണല്ലേ ബർത്ത്ഡേ ഫംഗ്ഷനിൽ എല്ലാവരും കാത്തിരിക്കുന്നത്. ചന്ദ്രബോസിനെ കണ്ടിട്ട് എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ്. നമ്മുടെ വസുന്ധരയാണെങ്കിൽ ഇനി എന്തായിരിക്കും നിധിക്ക് കൊടുക്കേണ്ട പ്ലാൻ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രബോസിൻ്റെ വരവ്. വന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വിഷ് ചെയ്ത് ബൊക്കെയൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗൗതം ദേഷ്യത്തിൽ നോക്കണം. ഗൗതം മാത്രമല്ല, ഗൗതമിൻ്റെ അനിയനും അതേപോലെ വസുന്ധരയും പിന്നെ ആരാ ഗോപി, പാറു, അങ്ങനെ എല്ലാവരും, പ്രണവും ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മുൻജന്മ ശത്രുവായിരുന്നു ഓഫീസിലെ കമ്പനിയിൽ. ഇവർ തമ്മിൽ നല്ല ഉടക്കായിരുന്നു. അതായിരുന്നു ഇവരിങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കാനുള്ള കാരണം ചന്ദ്രബോസിനെ. പക്ഷേ ചന്ദ്രബോസ് നമ്മുടെ നിധിയുടെ ക്ഷണം സ്വീകരിച്ചിട്ടാണ് അവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും തുറിച്ച് നോക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആരിങ്ങോട്ട് ക്ഷണിച്ചു എന്ന് പറഞ്ഞ് ഗൗതം ചോദിക്കുകയാണ്. ഗൗതം ചോദിക്കുമ്പോൾ കുറച്ച് നേരം ഒന്നും മിണ്ടില്ല. എന്നിട്ട് പറയും, പിന്നെ നമ്മുടെ വസുന്ധരയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരെ ഇങ്ങോട്ട് ക്ഷണിച്ചത്, ആര് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോൾ ക്ഷണം കിട്ടാതെ ഞാൻ ഒരിടത്തും പോവാറില്ല, എനിക്ക് ക്ഷണം കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സദസ്സിൽ നിൽക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ആര് നിങ്ങളെ ക്ഷണിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം, പറയൂ പറഞ്ഞ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണം. ഗോപിയും അതേപോലെ പാറുവും എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഞാൻ വളർത്തിയ എൻ്റെ മകൾ എന്നെ വിളിച്ചു എന്നെ ഈ ഫംഗ്ഷന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, അല്ലാതെ വിളിക്കാത്ത പരിപാടിക്ക് ഞാൻ പോവാറില്ല എന്ന് പറയണം. അപ്പോൾ നമ്മുടെ നിധി ഷോക്കായി നിൽക്കണം കേട്ടോ. നിധി അല്ലേലും ഇവരിങ്ങനെ ഓരോന്നിനും ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമാവോ, ഇയാൾ ഈ കുടുംബത്തിനോട് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് നമ്മുടെ നിധി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചൂണ്ടുവിരൽ നമ്മുടെ നിധിയുടെ നേർക്ക് നീട്ടുകയാണ്. ചന്ദ്രബോസ് പറയുന്നുണ്ട്, എൻ്റെ മോള് വിളിച്ചിട്ടാണ് വന്നത്, ഗൗതമിൻ്റെ ഭാര്യയായ നിധി വിളിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ നിധിക്ക് ശരിക്കും ഷോക്കാവണം കേട്ടോ. നിധി പറയുന്നുണ്ട്, അയ്യോ ഗൗതം സോറി, എനിക്ക് അറിയില്ലായിരുന്നു നിങ്ങളിങ്ങനെ ശത്രുക്കളാണെന്നുള്ളത്, കമ്പനീൻ്റെ പേരിൽ ഇങ്ങനെ ശത്രുക്കളാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ ഞാനാക്കിയത് ചന്ദ്രബോസ് സാറാണ്. എൻ്റെ അച്ഛന് തുല്യമാണ് ഈ സാറ്. എന്നെ ഇത്രയും പഠിച്ച് വലുതാക്കി ഞാൻ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ ക്രെഡിറ്റും ഈ സാറിനുള്ളതാണെന്ന് പറഞ്ഞ് ആ സാറിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഗൗതമിന് ദേഷ്യം വരുമെങ്കിലും പോട്ടെ സാരമില്ല നിധി എന്ന് പറയണം. ഇത് കണ്ട് ചിരിക്കുകയാണ് ആര്, വസുന്ധരയും ശിവാനിയും. എന്തിനാണെന്നോ, നമ്മുടെ നിധിക്ക് എന്ത് പണി കൊടുക്കുന്നവർ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ആ ടൈമിലാണ് ചന്ദ്രബോസിനെ നിധിയാണ് വിളിച്ചതെന്ന് കേട്ടത്. അപ്പോൾ നിധിക്കിട്ട് 8ൻ്റെ പണി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വസുന്ധര ഒരുങ്ങുകയാണ്. അങ്ങനെ ശിവാനിയെ വിളിച്ച് അപ്പുറത്ത് പോയി നിന്ന് പറയുന്നുണ്ട്, ശിവാനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു, നമ്മുടെ ആദ്യത്തെ പ്ലാന് പാളിപ്പോയില്ലേ, അപ്പോൾ ഇനി എന്തായിരിക്കും നിധിക്ക് കൊടുക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ ചന്ദ്രബോസിൻ്റെ വരവും നിധിയാണ് വിളിച്ചിട്ട് വന്നതെന്നും പറഞ്ഞത് അല്ലേ. എന്തായാലും ഞാൻ ഇത് വെച്ചിട്ടൊരു കലക്കും ശിവാനി എന്താണെങ്കിലും എന്ന് പറയണം. അപ്പോൾ ഇവിടെ കല്യാണം നടക്കില്ല എന്ന് ശിവാനി അത്ഭുതപ്പെട്ട് ചോദിക്കണില്ല. കല്യാണം നടക്കില്ല, ഫസ്റ്റ് നൈറ്റും നടക്കില്ല, ഒന്നും നടക്കില്ല, ഇന്ന് നമുക്ക് എന്തായാലും കാണാമെന്ന് പറയണം. ഒന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പുറത്തെ സൈഡിലാണെങ്കിലോ നമ്മുടെ നിധിയും ഗൗതമും കൂടെ സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങിയാണ്. സോറി ഗൗതം, എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയാണെന്നുള്ളത്, എന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത് ചന്ദ്രബോസ് സാറാണ്, അതുകൊണ്ടാണ് ഞാൻ സാറിനെ ഈ ഫംഗ്ഷന് വിളിച്ചത്, എൻ്റെ താലികെട്ടിനെ വിളിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൗതമിൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ഗൗതം സന്തോഷത്തോടെ കുഴപ്പമൊന്നുമില്ലടാ, അത് കാര്യമില്ല, പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിധിയെ സമാധാനിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ടാണ് ശിവാനിയും വസുന്ധരയും വരുന്നത്. വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ ഇത് കണ്ടിട്ട് ആകെ ഷോക്കാവും. ഇവളെ എൻ്റെ മോനെ വശത്താക്കിയില്ലേ, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അവരിയ്ക്കണം. പിന്നൊരു സന്ദർഭത്തിൽ പ്രണവ് ശിവാനി നമ്മുടെ ഗൗതമിനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നിധി അറിയുകയാണ്. നിധി അറിഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ അവളെ എങ്ങനെ സ്നേഹിക്കും, ഞാൻ അവളെ ഇനി വീട്ടിൽ നിൽക്കില്ല, ഈശ്വരമംഗലം വീട്ടിൽ നിർത്തില്ല എന്ന് പറഞ്ഞ് മാമൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കുന്നുണ്ട്, അശോകൻ്റെ അടുത്ത് കൊണ്ടുപോയി മോളെ ആക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശിവാനി പ്രണവിനെ വീഴ്ത്താനുള്ള എല്ലാ പരിപാടികളും തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രണവാണെങ്കിൽ ആദ്യമൊന്നും വീണില്ല, പക്ഷേ ഇപ്പോൾ ചെറുതായിട്ടൊരു ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. പ്രണവിന് ശിവാനിയോട് അടുപ്പം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗൗതമിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയും അതേപോലെ അവിടെ ഒരാളുടെയും കൂടെ ആവശ്യമുണ്ട്, ഒരു സ്റ്റാഫിൻ്റെയും കൂടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ആ സ്റ്റാഫിൻ്റെ പോസ്റ്റും കൂടെ മാനേജർ പോസ്റ്റും കൂടെ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, നിധിക്കാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിധി ഒരു ബോണ്ടൊക്കെ എടുത്തും ബോണ്ട് എടുത്തിട്ട് അത് നമ്മുടെ നിധിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഒരു ടെൻഡറൊക്കെ എടുത്തിട്ട്
അതിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിധിയാണ്. നിധി ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ നിധി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ അതിലിടങ്കോലായിട്ട് ആര് വരുന്നുണ്ട്? നമ്മുടെ ശിവാനി വരുന്നുണ്ട്. അപ്പോൾ ശിവാനി ഇതിലൂടെയാണ് ഈശ്വരമംഗലം വീട്ടിൽ നിന്ന് നമ്മുടെ നിധി ശിവാനിയെ അടിച്ച് പുറത്താക്കി അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിനുള്ളിലാണ് പിന്നെ ചന്ദ്രബോസ് വന്നതോടുകൂടി വസുന്ധര മൊത്തത്തിൽ ഷോക്കാണ്. ചന്ദ്രബോസ് വന്നു കഴിഞ്ഞാൽ ഈശ്വരമംഗലം കുടുംബം എന്തായാലും പൊട്ടിത്തെറികൾ ഉണ്ടാവും. ഒരു സർപ്രൈസിൻ്റെ പൊട്ടിത്തെറികൾ എന്താണെങ്കിലും അവിടെ ഉണ്ടാവില്ലേ? അതെന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ശിവാനി പോകുന്നുണ്ട്, അശോകൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്, അവളുടെ സ്വന്തം വീട്ടിലേക്ക് ശിവാനി പോകുന്നുണ്ട്, പ്രണവ് കാണാനായി പോകുന്നുണ്ട്. പ്രണവിൻ്റെ സ്നേഹം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗൗതം നിധിയുടെ കല്യാണം ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്താണെങ്കിലും പ്രശ്നങ്ങൾക്കൊടുവിൽ ആ താലികെട്ട് എന്തായാലും നടക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.